ഹലോ ഫ്രണ്ട്സ്, നമ്മ ഇന്ന് വൈപ്പിലാണ് വന്നേക്കണത് കേട്ടോ. പറൂര് നമ്മ ചെറായി വഴി വൈപ്പിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തോ ഇല്ലേ. യെസ് ഗായ്സ്, നമ്മളൊരു വല പണിയിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മ വല എടുക്കുന്നത് ഉദയംപേരൂരാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് നമ്മൾക്ക് ആ ചേട്ടൻ വൈപ്പിൻ വരെ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ചേട്ടനാ. അങ്ങനെ ആളെത്തി ഇതേ നമ്മ വല നോക്കാണ്. അങ്ങനെ വല നോക്കിയതിന് ശേഷം നമ്മളതേ ഒന്ന് വല വീശാനും കൂടി പോകുന്നുണ്ട്. അത് വൈപ്പിൻ ബീച്ചിലാണ് നമ്മൾ വീശാൻ പോണത്. കൂടെ ആ ചേട്ടനും കൂടിയിട്ടുണ്ട്. ആ ചേട്ടനും വല എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി വല വീശാനായിട്ട് ഇറങ്ങാണ്. അങ്ങനെ വൈപ്പിൻ ബീച്ചിലോട്ടാണ് നമ്മൾ വെച്ച് പിടിക്കുന്നത്. നമ്മുടെ പുറകെ ആ ചേട്ടനുണ്ട്. ആ ചേട്ടനും വലയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മ ബസ് സ്റ്റാൻഡിന്റെ അവിടെ എത്തി. ഇവിടെ നിന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം കുറച്ചും കൂടി നീങ്ങി നമ്മ ബീച്ചിലോട്ട് പോകാനായിട്ട്. ഈ നേരെ കാണുന്ന സ്ഥലത്താണ് എല്ലാവരും ചൂണ്ടിടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ ഒരു ദിവസം വരണം. അങ്ങനെ നമ്മ എല്ലാവരും കൂടി കുറച്ചും കൂടി മുമ്പോട്ട് നമുക്ക് പോകാനുണ്ട്. അങ്ങനെ നമ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളത് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം നമ്മുടെ പഴയ ഒരു വലയെടുത്ത് നോക്കാൻ കേട്ടോ വീശാൻ പറ്റുന്ന സ്ഥലമാണെന്ന് നോക്കിയാണ്. അപ്പോഴില്ലേ നമ്മ നിൽക്കുന്നത് കടലും കായലും കൂടി ചേർന്നിട്ടൊരു സ്ഥലമാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അറബിക്കടല്. നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. എണ്ണ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എണ്ണ അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ വൈപ്പിലെ ആദ്യത്തെ വീശ് ആ ചേട്ടൻ ഒന്ന് ഇട്ടപ്പോ തന്നെ ഒന്ന് ഉടക്കി. അവിടെ എന്തോ കുറ്റി ഉണ്ടായിട്ടോ. കുറ്റിയോട് വൈപ്പിൽ വന്നിട്ട് നമുക്ക് ചെറിയൊരു കടമ്പ കുഞ്ഞിനെ കിട്ടിയത്. ഈ നമ്മുടെ പുതിയൊരു വല ആ ചേട്ടനേന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വല വെച്ചിട്ടാണ് ഒന്ന് വീശാൻ വന്നത്. നമ്മുടെ ഇരിക്കണത് വെറുതെ ട്രൈ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇന്ന് നല്ല മഴയൊക്കെ പെയ്താണ്. പക്ഷെ ഉച്ചയായിപ്പിക്ക് നല്ല വെയിൽ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മ വാങ്ങിക്കാൻ വന്ന വല കുഴപ്പമില്ല, വിരിയനൊക്കെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ആ വല എടുക്കണേണ് നമ്മള്. സക്സസ് ആണ്, മിഷൻ സക്സസ്. രണ്ടാമത് മിഷൻ നല്ലോണം വിരിയാൻ കിട്ടാം. സത്യം പറഞ്ഞാല് ഇത്രയും വലിയൊരു കൊക്കിനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സാധാരണ ചെറിയൊരു കൊക്കിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്തിരി നീളം കൂടിയ ടൈപ്പായിട്ട് തോന്നി എനിക്ക്. ഇന്നത്തെ ക്ലൈമറ്റ് അത്ര പോരാന്ന് തോന്നുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രത്യേകിച്ച് കിട്ടിയുമില്ല. നമ്മുടെ സ്പോട്ട് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത്തിരി നീങ്ങി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമ്മള് മെയിനായിട്ട് വല വിരിയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത് കേട്ടോ. മീൻ കിട്ടല് 2-3 ചെറിയ പൊടി മീനല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും കിട്ടാൻ പോലില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ നേരെ നോക്കിക്കഴിഞ്ഞാൽ LNG ടെർമിനലാണ് കാണുന്നത്. നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ പുതുവൈപ്പും വരുന്നുണ്ട്. ഈ ഒരു പ്ലേസ് ഇങ്ങനെ വേസ്റ്റ് കൂടി കിടക്കണതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വേസ്റ്റ് ഒക്കെ ഒന്ന് പോയി ക്ലീൻ ആയി കിടക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒന്ന് വന്ന് കാണാനൊക്കെ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ്. വല വീശാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ വന്ന് വീശിന്ന്. അങ്ങനെ ഈ ചെയ്യുന്ന ഒരു കമ്പനി എന്തായിരുന്നു സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. നമ്മൾ 2-3 വീശി നോക്കിയായിരുന്നേ. ഈ സ്ഥലം കാണാൻ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി പിന്നെ എപ്പോഴെങ്കിലും വന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഈ വല എടുക്കുകയാണ്. അപ്പൊ ഈ ചേട്ടൻ അപ്പോഴേ ഈ ചേട്ടനാണ്ട് നമുക്ക് വല സെറ്റാക്കി തന്നത്. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ വല വേണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ ചെയ്തു തരുന്നതായിരിക്കും. നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ടായത് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോഴേ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.